ഗൈസ്, മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ടോം അൾഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോട്ടിഷ് സെൻട്രൽ ബാക്ക് ഉണ്ടല്ലോ, അവരുടെ ഈ സീസണിൽ മാത്രം എത്തിയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹം ക്ലബ്ബ് വിടുക എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ സീസണിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. അവർ രണ്ട് വിദേശ സെൻട്രൽ ബാക്ക് എന്ന നിലയിലാണ് മെജോറിറ്റി ഓഫ് മാച്ചസ് ടോം അൾഡ്രഡും ആൽബർട്ടോ റോഡ്രിഗസുമായിട്ട് കളിച്ചു. ISL കപ്പും ഷീൽഡും വിൻ ചെയ്യുന്നൊരു തരത്തിലേക്ക് ആ ക്ലബിന് എത്താനായിട്ട് സാധിച്ചു എന്ന് പറയുന്നൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി തന്നെ ടോം അൾഡ്രഡിനുണ്ട്. അദ്ദേഹം ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇപ്പം സ്കോട്ടിഷ് ടീമിന് വേണ്ടിയിട്ട് ജൂനിയർ ലെവലൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. പിന്നെ ഇംഗ്ലണ്ടിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇപ്പം ലീഗ് 1 ലീഗ് 2, അതായത് ടയർ 3 ടയർ 4 ലെവലിലൊക്കെയാണ് കളിച്ചിരുന്നത്. പിന്നെ സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിലും കളിച്ചിട്ടുണ്ട്, ലീഗിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് വന്നതും അവിടെ ഒരു സക്സസ്ഫുൾ കരിയർ ഒരു സീസൺ കൊണ്ടാണെങ്കിലും അദ്ദേഹം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ഈ ഒരു വാർത്ത വലിയ ശക്തമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇപ്പം നെൻഡി സ്റ്റോപ്പേൻ്റെ ധനഞ്ജയുടെ റിപ്പോർട്ട് കണ്ടിരുന്നു. അതായത് ഇദ്ദേഹത്തിനായിട്ട് BFC ട്രൈ ചെയ്യുന്നു എന്നുള്ള താരം. കാരണം ബംഗളൂരു FCയുടെ അലക്സാണ്ടർ ജോവാനോവിച്ച് ഈ സീസൺ കഴിഞ്ഞാൽ ക്ലബ്ബ് വിടാനിരിക്കുകയാണ്. അവരുടെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ താരമാണ്. അപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിടുന്നതിനപ്പോഴത്തേക്കും റിട്ടയർ ചെയ്യുന്നൊരു തരത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത് ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിൽ നോക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടും ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു വേർഷൻ തന്നെയായിരിക്കും ടോം അൾഡ്രഡ്. കാരണം ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അതിന് കാരണം. ടോം അൾഡ്രഡിന് പകരം കെവിൻ സിബില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർജന്റൈൻ സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുന്നു എന്ന് ചില ബംഗാളി ബേസ് ചെയ്തിട്ടുള്ള ചില മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ റിലേ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും പറഞ്ഞല്ലോ, ബംഗാൾ ബേസ് ചെയ്തിട്ടുള്ള ചില മീഡിയാസൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 26 വയസ്സുകാരനായിട്ടുള്ള താരതമ്യേന ഒരു യങ് ആയിട്ടുള്ള സെൻട്രൽ ബാക്കാണ്. റിവർ പ്ലേറ്റിലൊക്കെ ഉണ്ടായിരുന്നു. വലൻസിയയുടെ B ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് സ്പാനിഷ് തേർഡ് ടയറിലാണ്. സ്പാനിഷ് തേർഡ് ടയർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതൽ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളത്. പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഗ്രെഗ് സ്റ്റുവർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു താരം സ്കോട്ടിഷ് താരം തന്നെയാണ്. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം അദ്ദേഹം ഈ സീസൺ 2 ഗോൾ 5 അസിസ്റ്റുമായിട്ട് 7 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ നടത്തി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കൊരു ഇഞ്ചുറി വരും. ആദ്യ അവസരത്തിൽ മോഹൻ ബഗാനിൽ നന്നായിട്ട് കളിച്ചു വന്ന പ്ലെയറാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടാണ് പിന്നീട് അവസരം കുറഞ്ഞ് പിന്നെ പറഞ്ഞ നമ്പറൊക്കെ കുറയുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്നത്. പിന്നെ ഇദ്ദേഹം 35 വയസ്സായി കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു വേറെ ഓപ്ഷൻസിലേക്ക്, മേ ബി വേറെ പൊസിഷനിലോ ഓപ്ഷനിലേക്കൊക്കെ നോക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പം ഗ്രെഗ് സ്റ്റുവർട്ടിനെ വിട്ട് കളയാവുന്നതാണ്. എന്താണെങ്കിലും ഗ്രെഗ് സ്റ്റുവർട്ട് ചിലപ്പോൾ ഇന്ത്യയിൽ തുടരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതും ചില റിപ്പോർട്ട്സ് ഉണ്ട്. അതെന്താണെങ്കിലും നോക്കാം ഗ്രെഗ് സ്റ്റുവർട്ട് ഇനി ഏത് ക്ലബിലേക്ക് പോകും എന്നുള്ള കാര്യമൊക്കെ. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രെഗ് സ്റ്റുവർട്ടിന് പകരമാണോ എന്ന് അറിയത്തില്ല, ജാക്ക് ക്യൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയൻ സെൻട്രൽ മിഡ്ഫീൽഡർക്കായിട്ട് മോഹൻ ബഗാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന റൂമേഴ്സ് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. അപ്പം ഒരു ഓസ്ട്രേലിയൻ താരവുമായിട്ട് മോഹൻ ബഗാൻ റൂമേഴ്സ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കമ്മിൻസിൻ്റെ വന്നപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല, നാഷണൽ ടീമിൽ ഒക്കെ ഭാഗമായിരുന്നൊരു താരമാണ്, അപ്പോൾ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ വന്നു. മക്ലാറിൻ്റെ വന്നപ്പോഴത്തേക്കും ഇത് ഒട്ടും നടക്കും, കമ്മിൻസ് പോലെയല്ല, മക്ലാറിന് അതിനേക്കാൾ സ്റ്റാർ വാല്യൂ ഉള്ള ലീഗ് ലെജൻഡാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു. അപ്പം ജാക്ക് ക്യൂബിൻ്റെ കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പം കമ്മിൻസ് ആണെങ്കിലും മക്ലാറിനാണെങ്കിലും നാഷണൽ ടീമിൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയേഴ്സായിട്ട് നിന്നവരല്ല ഈ മോഹൻ ബഗാനിലേക്ക് വരുന്ന സമയത്ത്. എന്നാൽ ജാക്ക് ക്യൂബിൻ ഇപ്പം 32 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹം നിലവിൽ കളിക്കുന്നത് ബുണ്ടസ് ലീഗയിലാണ്. ഈ സീസൺ 29 മത്സരങ്ങൾ ബുണ്ടസ് ലീഗയിൽ കളിച്ചു കഴിഞ്ഞതിനോടകം. അപ്പോൾ 5 അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ ടീമിൽ ഇപ്പോഴും 2025 ഫസ്റ്റ് ലെവലിൽ തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടൊരു മൂവ് നടത്തിക്കഴിഞ്ഞാൽ 2026 നടക്കുന്ന വേൾഡ് കപ്പിലേക്കുള്ള ഒരു ടീമിലേക്കൊക്കെ ഒരു സെലക്ഷൻ എത്രമാത്രം സാധ്യമാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നാണെങ്കിലും ഉറപ്പായിട്ടും ഇപ്പോൾ മോഹൻ ബഗാൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറേക്കാളും സെൻട്രൽ മിഡ്ഫീൽഡ് തന്നെയാണ് ഒരു ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് മോഹൻ ബഗാൻ്റെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിമി പെട്രട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു താരം, ഓസ്ട്രേലിയൻ താരം തന്നെയാണ്. അപ്പം അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാഹചര്യങ്ങളെപ്പറ്റി ചില റൂമേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ടുള്ള റൂമേഴ്സൊന്നും അല്ല. പ്രത്യേകിച്ച് 2026 വരെ കോൺട്രാക്റ്റുള്ള താരമാണ്. കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ബെസ്റ്റ് പ്ലെയറൊക്കെ ആയിട്ടുള്ള താരമാണ് ISL തന്നെ. ഈ സീസൺ അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ്. 2026 വരെ കോൺട്രാക്റ്റ് ഉള്ള ഒരു താരമാണ്. മാത്രമല്ല മോഹൻ ബഗാൻ ഫാൻസിൻ്റെ ഒരു ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള താരം കൂടിയാണ്. അപ്പം ഇദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. വളരെ നിർണായകമായിട്ടുള്ള ഗോള് ഷീൽഡ് വിന്നിങ്ങിലൊക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. സോ ഈ പറഞ്ഞല്ലേ, നമുക്കങ്ങനെ വളരെ ഇതായിട്ട് പറയാനായിട്ടുള്ള ലെവലിലേക്ക് ദിമിയുടെ കാര്യമൊന്നും എത്തിയിട്ടില്ല. എന്താണെങ്കിലും നോക്കി കാണേണ്ട കാര്യം തന്നെയാണ്. മോഹൻ ബഗാൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ ചില വിഷയങ്ങളിൽ നമുക്കിങ്ങനെ പ്രോബബിലിറ്റി പോലും പറയുന്നത് വളരെ പാടായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റിയുള്ള ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. സെനിയ.